എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷർട്ട് അയൺ ചെയ്ത് മടക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് അയൺ ചെയ്യുന്ന വീഡിയോ പിന്നീട് ഇടാം. ഇത് അയൺ ചെയ്തതാണ്. അതെങ്ങനെ ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ആദ്യം ഈ ഷർട്ടിൻ്റെ കോളറിൻ്റെ ബാക്ക് വശമാണ് അയൺ ചെയ്യുക. അതിനുശേഷം നല്ല വശം, അതിനുശേഷം ഈ ഭാഗം, അതായത് കാജാപ്പട്ടിയുടെ ഭാഗം, പോക്കറ്റുള്ള സൈഡ്, അതിനുശേഷം ഇവിടെ ബട്ടൺ പട്ടി ഭാഗം, അതിനുശേഷം ബാക്ക് വശം അയൺ ചെയ്യുക. എന്നിട്ട് ബാക്ക് വശത്ത് നിന്ന് തന്നെ ഷോൾഡർ അയൺ ചെയ്യുക. അതിനുശേഷം ഷർട്ടിൻ്റെ സ്ലീവാണ് അയൺ ചെയ്യേണ്ടത്. സ്ലീവ് അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഡബിൾ തയ്യൽ ബാക്കിലേക്ക് വരണം, അതായത് ഷർട്ടിൻ്റെ ബാക്ക് വശത്തേക്ക് വരണം. അതിനുശേഷം കോളറിൻ്റെ നല്ല വശം ഒന്നുകൂടെ അയൺ ചെയ്യുക. എന്നിട്ട് ഈ ബൈൻഡും കോളറും കൂടെ ചേർന്ന ഭാഗം ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ബട്ടൺസ് ഇടുക. അതിനുശേഷം ഈ ഫ്രണ്ട് വശം ഒന്നുകൂടെ ഫ്ലാറ്റായിട്ട് അയൺ ചെയ്യുക, ഈ ഷോൾഡറും കൂടെ ചേർത്തിട്ട്. അതുപോലെ തന്നെ സൈഡിലുള്ള ഡബിൾ തയ്യലും ബാക്കിലേക്ക് വരുന്ന മാതിരി കൃത്യമായിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇത് മടക്കിയെടുക്കാം. ചില ആളുകൾ ഹാർഡ് ബോർഡെല്ലാം വെച്ച് മടക്കുന്നത് കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറും 2 മിനിറ്റിൽ ഇത് മടക്കി കാണിക്കാം. ആദ്യം ഇങ്ങനെ പിടിക്കുക. ഏകദേശം പോക്കറ്റിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ പിടിച്ചിട്ട് അങ്ങനെ തിരിച്ചിടുക. ഇതിങ്ങനെ മടക്കിയിട്ട് ഈ പോക്കറ്റ് കറക്റ്റ് സെൻറ്റർ ആണോ എന്ന് നോക്കുക. അതിനുശേഷം ഈ സ്ലീവ് തിരിച്ചിങ്ങോട്ട് മടക്കുക. സ്ലീവിൻ്റെ ഇവിടെ ഈ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത ആ ഭാഗത്ത് വെച്ചിട്ടാണ് മടക്കേണ്ടത്. എന്നിട്ടിങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം ഇവിടെയും മടക്കുക. ആ മടക്കുമ്പോൾ ഇവിടെ എത്ര വീതി ഉണ്ടെന്ന് നോക്കുക. ആ വീതി തന്നെയാണ് മറ്റേ സൈഡും വയ്ക്കേണ്ടത്. അതിനുശേഷം ഈ സ്ലീവും ആദ്യം മടക്കിയ പോലെ മടക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് ഇവിടെ എത്ര വീതി ഉണ്ടെന്ന് നോക്കുക. അതേ വീതി ഇവിടെയും വയ്ക്കുക. ഇതിപ്പോൾ കറക്റ്റാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് രണ്ടായിട്ട് മടക്കിയെടുക്കുക. ഇതിങ്ങനെ മടക്കുമ്പോൾ ഈ കോളറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് മടക്കുക. ഒന്നിങ്ങനെ കറക്റ്റ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് തിരിച്ച് വയ്ക്കുക. അതിനുശേഷം ഈ 4 സൈഡും ഒന്നിങ്ങനെ കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് മടക്കി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.